പഠിച്ചിരുന്നു, പക്ഷെ എഴുതാൻ പറ്റിയില്ല. എത്ര പ്രാവശ്യം എഴുതി പഠിച്ചതാ, ഒരു പ്രാവശ്യം പോലും പരീക്ഷാ പേപ്പറിൽ എഴുതാൻ പറ്റിയില്ലല്ലോ. ഇവിടെ മറവിയാണോ വില്ലൻ? ഒരിക്കലുമല്ല എന്നാണ് എൻ്റെ ഉത്തരം. ആ മറവിയെ മറികടക്കാൻ നമ്മുടെ പോസിറ്റീവ് മൈൻഡും നാം ഉപയോഗിക്കുന്ന സ്റ്റഡി സ്ട്രാറ്റജിയുമാണ് ഇവിടെ ഇത്തരം പ്രശ്നങ്ങളുടെ ഉത്തരമായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടത്. ഈ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ. മക്കളെ, ഒരാൾ ഒരു കയറിന്റെ 2 തലക്കൽ ബക്കറ്റ് കെട്ടിയിട്ട് വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. കയറിന്റെ 2 തലക്കൽ ബക്കറ്റ് കെട്ടി വെള്ളം കോരുമ്പോൾ ഉള്ള ഒരു ലാഭം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ബക്കറ്റ് പൊങ്ങുമ്പോൾ മറ്റേ ബക്കറ്റ് താഴും. ഒരു കോരയിൽ തന്നെ നമുക്ക് 2 ബക്കറ്റ് വെള്ളം കിട്ടും. ആ സമയത്ത് ഒരു ബക്കറ്റ് മറ്റേ ബക്കറ്റിനോട് പറയാം, നാം എത്ര വെള്ളമേറ്റ് മുകളിലോട്ട് പോയാൽ എന്താ, താഴോട്ട് വരുന്നത് കാലിയായിട്ടാണല്ലോ, എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. അത് കേട്ടപ്പോൾ മറ്റേ ബക്കറ്റ് പറഞ്ഞു, നമ്മൾ എത്ര കാലിയായി താഴോട്ട് പോയാൽ എന്താ, മേൽപോട്ട് നിറയെ വെള്ളമായിട്ടാണല്ലോ പോകുന്നത്, എൻ്റെ ഇൻട്രസ്റ്റ് കൂടിക്കൂടി വരുന്നു. ഇവിടെ 2 ബക്കറ്റും സെയിം കണ്ടീഷൻ, സെയിം എനർജി, സെയിം സിറ്റുവേഷൻ. പക്ഷെ ഒരു ബക്കറ്റിന്റെ ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടിക്കൂടി വരികയും മറ്റേ ബക്കറ്റിന്റെ ഇൻട്രസ്റ്റ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ചിന്തയിൽ വന്ന ഒരു ചെറിയ വേരിയേഷനാണ്. ഇതുപോലെ നമ്മുടെ ചിന്തകളെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റിനെ അത് പോസിറ്റീവായിട്ട് സ്വാധീനിക്കും. അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ മറവിയെ മറികടക്കാനുള്ള നിങ്ങളുടേതായ ഒരു സ്റ്റഡി സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ വലിയ ഒരു അടിസ്ഥാനമാണ്. എനിക്ക് എൻ്റെ മക്കളുടെ മുമ്പിൽ ഒരു ചെറിയ ട്രിക്ക് ഞാൻ പറയാം. പരീക്ഷയ്ക്ക് വരും എന്ന് ഉറപ്പുള്ളതോ ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ഭാഗം നിങ്ങൾ പഠിക്കുകയും അത് പരീക്ഷാ പേപ്പറിൽ എഴുതുന്ന സമയത്ത് മറന്നു പോവുകയും ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പഠിച്ചത് എഴുതാൻ കഴിയാത്തതിനെയാണല്ലോ മറവി എന്ന് പറയുന്നത്. പഠിക്കാത്തത് നമുക്ക് എഴുതാൻ കഴിയുന്നില്ല. അപ്പോൾ പഠിച്ചൊരു സംഭവത്തെ നിങ്ങൾക്ക് എഴുതി പിടിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നതിനെയാണ് മറവി എന്ന് പറയുന്നത്. എങ്കിൽ അവിടെ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. ആ പഠിച്ച പാഠം, അതല്ലെങ്കിൽ ആ ഒരു ഭാഗം, ആ ഒരു കണ്ടന്റ് നിങ്ങളെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ നിങ്ങളൊരു പ്രാവശ്യം പഠിപ്പിക്കാൻ ശ്രമിക്കുക. അവനൊരു പ്രാവശ്യം അത് പറഞ്ഞു കൊടുത്ത് അവനെ നിങ്ങളൊരു ടീച്ചറെ പോലെ ഒരു പ്രാവശ്യമെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ, ഞാൻ അടിവരയിട്ട് പറയുന്നു, എക്സാം ഹാളിൽ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മറക്കാതെ നിങ്ങളെ ആൻസർ പേപ്പറിൽ എഴുതാൻ കഴിയും. അപ്പോൾ മക്കളെ, ഇതുപോലുള്ള സ്ട്രാറ്റജികൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മുടെ ലക്ഷ്യം മറവിയെ മറികടന്നുകൊണ്ട് പരീക്ഷാ പേപ്പറിൽ പഠിച്ചത് മുഴുവനും എഴുതി പിടിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു നല്ല ദിനം ആശംസിക്കുന്നു. താങ്ക് യു.